നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് കോഡിഗ്നൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ 7 days ബൂട്ട് ക്യാമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും കോഡിഗ്നൈറ്റ് എന്താണെന്നുള്ളത് ഏകദേശം ഐഡിയ ആണെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്നുകൂടെ പറയാം. നമ്മളൊരു 7 days ബൂട്ട് ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാമിംഗ് ബേസ് ഇല്ലാത്തതും അല്ലെങ്കിൽ ചെറുതായിട്ട് ബേസ് ഉള്ള കുട്ടികൾക്കും അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഈ സെഷൻ എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജേക്കബ് നമ്മുടെ ചെയർ ആണ് IEEE CS സൊസൈറ്റിയുടെ ചെയർ ആണ് ജേക്കബ്. ആളായിരിക്കും സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിന്റെ ഓഫീസർ ആയിട്ടുള്ള രാഹുൽ സാറിന്റെ ഒരു സെഷനും ഉണ്ടാവും. പ്ലേസ്മെന്റിനെ കുറിച്ചും നമുക്ക് ഈ സെഷൻ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും, അത് പ്ലേസ്മെന്റും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ സാർ ഉണ്ട്. പിന്നെ പ്ലേസ്മെന്റ് സെല്ലിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സരിത് സാറും ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കോഡിഗ്നൈറ്റിന്റെ. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. രാഹുൽ സാർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. സാർ കേൾക്കാവോ? കേൾക്കാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ലേണിംഗ് സെഷൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിനെ ഞാൻ അടുത്തായിട്ട് സംസാരിക്കാൻ വേണ്ടി വെൽക്കം ചെയ്യാണ്. സർ. Okay. So first of all, I would like to congratulate all the coordinators of this program because this is very much essential for getting placements. Not only placement, you will hire any of the future. This is very important. Okay. അപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലൊക്കെ അധികം സംസാരിച്ചതാണ്. എന്നാലും പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ്, അതിൻ്റെ കോഡിങ്ങിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു അവയർനെസ് ആണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്ലേസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് എല്ലാവരും ഉണ്ട്. ഓക്കെ. അപ്പോൾ പ്ലേസ്മെൻറ്റിന് നോർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് S7 പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. S7 പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന കമ്പനീസ് എന്ന് പറയുന്നത് ഇൻഫോസിസ്, കോഗ്നിസന്റ്, EY ആൻഡ് L&T, ടാറ്റ എൽഎക്സി, ടിവിഎസ്, ബെസ്റ്റോക്ക് മെയിനായിട്ടുള്ള കമ്പനീസ് എല്ലാം ഉണ്ട്. പിന്നെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കമ്പനീസും എല്ലാ കമ്പനീസും നമ്മളെ ക്യാമ്പസിൽ വരുന്നുണ്ട്. ഇപ്രാവശ്യം തന്നെ ഓൾറെഡി 2025 ബാച്ചിൽ നമുക്കിപ്പം ഓൾറെഡി 6 കമ്പനീസ് നമുക്കിപ്പോൾ ഓൺ ഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ ഈ കമ്പനീസിൻ്റെ ഒക്കെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയാം, നമ്മളതിൻ്റെ എല്ലാ കമ്പനീസിൻ്റെയും ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പല കാര്യങ്ങൾ വരും. അത് നമുക്കതിൽ നിങ്ങളുടെ സ്കിൽസ് പല രീതിയിൽ, ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ, ആറ്റിറ്റ്യൂഡ്, നിങ്ങളൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ചോദിക്കും. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്. അത് ലെവൽ 1 സ്ക്രീനിങ്. ഓക്കെ. ലെവൽ 1 മുമ്പ് ആദ്യം തന്നെ വേണ്ടത് വേറെ ലെവൽ 0 സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് നിങ്ങളുടെ CGP ആണ്. CGP എന്ന് പറഞ്ഞാൽ 6 CGP ആണ് മെയിനായിട്ട് എല്ലാ കമ്പനീസും ചോദിക്കുന്നത്. 6 CGP മാത്രമേ ചോദിക്കുന്നുള്ളൂ. 6 CGP വിത്ത് നോ കറണ്ട് ബാക്ക്ലോഗ്സ് ആണ് ഓൾമോസ്റ്റ് കമ്പനീസ് ചോദിക്കുന്നത്. അത് അക്യൂർ ചെയ്ത് എല്ലാവർക്കും നമുക്ക് പ്ലേസ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ സാധാരണ ചോദിക്കുന്നത് പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിങ്ങളെ സ്കിൽസ് നോക്കാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഫറെൻറ്റ് ലെവലിൽ നമ്മൾ കോളേജിൽ പല രീതിയിലുള്ള ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താറുണ്ട്. അതിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക്, ഫസ്റ്റ് ഇയർ ഉള്ള ഒരു കുട്ടിക്ക് ഫൈനൽ ഇയർ ആകുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് സ്കില്ലൊക്കെ നമുക്ക് കുറേയൊക്കെ അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ചില കമ്പനീസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പറയും. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ടെക്നിക്കൽ ഇൻ്റർവ്യൂ. ആ ടെക്നിക്കൽ ഇൻ്റർവ്യൂവിൽ മാത്രമേ നമ്മളുടെ ഒരു ടെക്നിക്കൽ സ്കിൽസ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രയുണ്ട് എന്നുള്ള നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ടെക്നിക്കൽ സ്കില്ലിൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നല്ല ഡീറ്റെയിൽസ് വേണം, നല്ല പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം. പ്രോഗ്രാമിംഗ് ഏത് കോഡിങ്ങിന് ഇമ്പോർട്ടൻസ് അതിലുണ്ട്, അത് ഞാൻ വരാം. കോഡിങ്ങിലേക്കുള്ള ഇമ്പോർട്ടൻസ് അതിലേക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് ഈ ടെക്നിക്കൽ നോളജിൽ ഈ കോഡിങ്ങും എല്ലാം വരും. ഓക്കെ. അപ്പോൾ ടെക്നിക്കൽ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് HR ഇൻ്റർവ്യൂ. HR ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേഷനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. ഓക്കെ. നിങ്ങൾ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ചോദിക്കുന്നത്. അതിന് നമ്മൾ HR ഇൻ്റർവ്യൂ എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നോർമലി ഫസ്റ്റ് മാർക്ക് ചെയ്യും, പിന്നെ ആപ്റ്റിറ്റ്യൂഡ്, ദെൻ ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനത്തെ എല്ലാം ടെസ്റ്റ് ചെയ്യും, പിന്നെ ടെക്നിക്കൽ ഇൻ്റർവ്യൂ, ദെൻ സംടൈംസ് GD, ദെൻ ഫോളോഡ് ബൈ HR ഇൻ്റർവ്യൂ. ഇതാണ് പ്രൊസീജിയർ. ഇതാണ് ഒരു നോർമൽ എല്ലാ വരുന്ന കമ്പനീസിൻ്റെയും ജനറൽ പ്രൊസീജിയറാണ്. അപ്പോൾ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ആൾക്ക്, ഒരു കുട്ടിക്ക്
കിട്ടുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള പോസ്റ്റിൽ വരുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പാക്കേജ് എന്ന് പറഞ്ഞ് 4 lakhs ഉണ്ട്, 4.5 lakhs ഉണ്ട്, 5 lakhs ഉണ്ട്, മാക്സിമം 5.5 lakhs പെർ ആണ് നമുക്കൊരു കമ്പനീസ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ഈ പ്രൊസീജിയറിലൂടെ പോകുന്ന ഒരു കുട്ടി. ഓക്കെ, പക്ഷെ ഇതൊരു നോർമൽ പ്ലേസ്മെന്റ് ആണ്. ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് ഇത്രയേ നമുക്ക് വരുള്ളൂ. ഒരു മാക്സിമം ഇത് അത്യാവശ്യം നല്ല സാലറിയാണ്. പെർ മന്ത് ഒരു 30,000 40,000 ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നോർമൽ പ്രൊസീജിയറിൽ എല്ലാം വരുന്ന കമ്പനീസ് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. പിന്നെ ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കമ്പനീസും സാധാരണ ഈ ആപ്റ്റിറ്റ്യൂഡിന്റെ കൂടെ ഒരു സെഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ സെഷൻ എന്ന് പറയുന്നത് ആക്ച്വലി കോഡിംഗ് ആണ്. ഓക്കെ, കോഡിംഗ് നമ്മളുടെ ഒരു കോഡ് ചെയ്യാനുള്ള നിങ്ങളുടെ സ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡീബഗിങ്, നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണെങ്കിലും, നിങ്ങൾ പലതരത്തിലുള്ള ലാംഗ്വേജ് പഠിക്കും. സി പഠിക്കുന്നുണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, ഏത് പൈത്തൺ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് വി ആർ സ്റ്റഡി. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആയാലും അവർക്ക് കുഴപ്പമില്ല. എന്തായാലും ആ ഒരു നിങ്ങളുടെ ഒരു പ്രോഗ്രാമിംഗ് സ്കിൽ, നിങ്ങൾക്ക് ഒരു പോർഷൻ ഓഫ് ദ ഒരു കോഡ് തന്നു കഴിഞ്ഞാൽ ആ കോഡിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ, അല്ലെങ്കിൽ ചെറിയൊരു പാർട്ട് ഒരു കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ എല്ലാ കമ്പനീസും ഇപ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ആപ്റ്റിറ്റ്യൂഡ് ലെവലിനുള്ള പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും, വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കും, ഗ്രാമർ ടെസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കും, വേറൊരു സെഷൻ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ കമ്പനീസും ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ കോഡിംഗ് സ്കില്ല്. അതേത് ബ്രാഞ്ചുകാരാണെങ്കിലും, CS ആണെങ്കിലും IT ആണെങ്കിലും EEE ആണ്, മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും ഏത് ബ്രാഞ്ചസിനാണെങ്കിലും ആ പോർഷൻ, ആ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന് അവരൊരു സെക്ഷൻ വൈസ് കട്ട് ഓഫ് അവരിപ്പോൾ പറയുന്നുണ്ട്. അതായത് അതിലൊരു സപ്പോസ് ഒരു 30 questions ആണുള്ളെങ്കിൽ അതിൽ മിനിമം ഒരു 50% നിങ്ങൾക്ക് ആ കോഡിങ്, അത് കോഡിംഗ് എന്ന് പറഞ്ഞാൽ പറയാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ട് ഇതുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോഴാണ് കമ്പനീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ സെക്ഷനിൽ പിന്നെ ഈ കോഡിംഗ് പാർട്ടും കൂടി. അത് ഇതിന് മുമ്പിലുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ ഒരു 2 years ബാക്ക് റിക്രൂട്ട്മെന്റുകളിലൊക്കെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം ഗ്രാമർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവൽ സ്ക്രീനിങ് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴതല്ല, ഇതിന്റെ കൂടെ നമുക്ക് ആ കോഡിംഗ് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്കത് സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ കോഡിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങളോടൊരു വലിയൊരു കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് കാണാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പോർഷൻ തന്നിട്ട് അത് കോഡ് ചെയ്യാൻ പറയുമോ, അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. അവർ ചെറിയൊരു കോഡ് തരും, ആ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള എററുള്ള കോഡായിരിക്കാം, എറർ ഇല്ലാത്ത കോഡായിരിക്കും. ആ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോഡ് റൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അധികം തരുന്നത്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പോർഷൻ തന്നിട്ട് അതിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഡിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20-30 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇപ്പോൾ നോർമൽ പ്രാക്ടീസ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതായാലും പ്രശ്നമില്ല. അതായത് നമ്മൾ ലോജിക്കാണ് അവർ മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും, പൈത്തൺ ആയാലും C ആയാലും C++, ഇപ്പോൾ നമുക്ക് ആ ഏത് ലാംഗ്വേജിലാണെങ്കിലും അതിന്റെ ലോജിക്ക് പോകുന്നത് ഏകദേശം ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ ആ ലോജിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ആ സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറേ ടൈം നമുക്കത് തരുവാണെങ്കിൽ നമുക്ക് അത് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അത്രയൊന്നും സമയം ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യന് ചിലപ്പം ഒരു മിനിറ്റൊക്കെ നമുക്കൊരു സമയം ഉണ്ടാവുള്ളൂ. ആ ഒരു 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കോഡിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊരു കാര്യം. പിന്നെ അത് പെട്ടെന്ന് ഒരു കോഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ പെട്ടെന്ന് ഒരു S7 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയി കോഡിംഗ് പഠിച്ചോ, നാളെ മുതൽ കോഡിംഗ് ടെസ്റ്റ് ഉണ്ട്, കോഡിങ്ങിന്റെ കാര്യങ്ങളുണ്ട് ചോദിച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന്റെ പ്രോസസ്സ്, ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിനും കൂടെ ഈ കോഡിങ്ങിനും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു സമയം നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ കോഡിംഗ് സ്കില്ല് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോളേജിൽ നടത്തുന്ന പല പ്രോഗ്രാംസ് ഉണ്ട്, പല കോഡിംഗ് കോൺടെസ്റ്റ് ഉണ്ട്, പല കമ്പനീസ് തന്നെ സ്റ്റാർട്ടിങ് ആയിട്ട് ഇപ്പോൾ TCSന്റെ കോഡ് വിറ്റ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആദ്യം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കോഡിംഗ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാലും ഇങ്ങനത്തെ എല്ലാ ഇവന്റ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവസാനം ഒരു 3 years കണ്ടിന്യൂസ്ലി ഇതിന്റെ ഒരു പ്രാക്ടീസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫൈനൽ ഇയർ ആകുമ്പോൾ ഒരു ടെസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കയറി പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നോർമൽ പ്രൊസീജിയർ, അതായത് നോർമൽ പ്ലേസ്മെന്റിനും
കോഡിങ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യമാണ് അത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ കോഡിങ് ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്കൊരു ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ഒരു പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, സോ കോഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് എ പ്ലേസ്മെൻറ്റ്. ഓക്കെ, ദറ്റ് ഈസ് ഫോർ നോർമൽ പാക്കേജ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ കോഡിങ്ങിൽ നമ്മൾ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്ന എല്ലാ കമ്പനീസിനും ഇൻഫോസിസിനായാലും കോഗ്നിസെൻറ്റിനായാലും ടാറ്റ എലക്ട്രിക്കായാലും ടി സി എസിനായാലും അവർക്കൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് എന്നുള്ള പ്രോസസ്സിൽ എന്താണ് അവർ ചെയ്യുന്നത് പറഞ്ഞാൽ പ്രൊസീജിയർ മാറ്റാണ്. ഓക്കെ, പ്രൊസീജിയർ മാറ്റാണ്, അതിൻ്റെ പാക്കേജ് മാറ്റാണ്. അവിടുത്തെ പാക്കേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 8 to 15 lakhs per annum ആണ്. അതായത് മിനിമം 8 lakhs per annum ആണ് അവർ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ഒരു 60-65-70,000 റേഞ്ചുള്ള സ്റ്റാർട്ടിംഗ് സാലറി വെച്ചിട്ടാണ് ആ സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമിന് വരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള റിക്രൂട്ട്മെന്റ് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണ്? അതായത് ഇത് സ്പെഷ്യൽ, സാധാരണ നോർമൽ ഇതല്ല, നോർമൽ റിക്രൂട്ട്മെന്റ് അല്ല, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്. അപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എല്ലാ കമ്പനിയും എപ്പോഴും നമുക്ക് വരുന്നതാണ്. പക്ഷെ എന്താ സംഭവിച്ചത് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ ക്ലിയർ ആകുന്ന കുട്ടികൾ വളരെ കുറവേ ഉള്ളൂ. കാരണം ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ ക്ലിയർ ആകാൻ അത്ര എളുപ്പമല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആപ്റ്റിറ്റ്യൂഡ് അല്ല. ഓക്കെ, ഡയറക്റ്റ് ആപ്റ്റിറ്റ്യൂഡ് അല്ല. ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ്, ഇൻസ്റ്റെഡ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ വാട്ട് ദേ ആർ ആസ്കിങ് ഈസ് ദ കോഡിങ്. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോഡിങ് ആയിരിക്കണം. അതായത് നമുക്ക് ഒരു പോർഷൻ തന്നിട്ട് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് എന്ന് ചോദിക്കുന്ന ഒരു കോഡിങ് ക്വസ്റ്റ്യൻ അല്ല അവർ ചോദിക്കുന്നത്. അവരൊരു സ്പെഷ്യലിസ്റ്റ് ടാസ്ക് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൽഗോരിതം തരും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് നിങ്ങൾക്ക് തന്നിട്ട് അതിനെ നിങ്ങൾ കോഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കണം. ഓക്കെ, ആ കോഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രീനിങ് എന്ന് പറയുന്നത്, ആപ്റ്റിറ്റ്യൂഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിങ് അറിയാമെങ്കിലും, കോഡിങ് എക്സ്പീരിയൻസ് ആയിട്ട് കോഡിങ് നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ ഇല്ല എങ്കിലും ഇതിലൂടെ നമുക്ക് കയറി പോവാം. പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കോഡിങ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോഡിങ് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആകെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഈ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഡിങ് ആദ്യമേ തന്നെ നോക്കണം. ആദ്യമേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കോഡിങ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ നമ്മൾ പല രീതിയിലുള്ള കോഡിങ് കോൺടെസ്റ്റുകളൊക്കെ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ IEEE ഭാഗമായിട്ടുള്ളതും പിന്നെ ഈ TCS ഇങ്ങനത്തെ ക്യൂബേഴ്സ്റ്റ്, ക്വസ്റ്റ് ഗ്ലോബൽ, ഈ കമ്പനീസൊക്കെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ TCSന്റെ അവർ കോഡ് വിറ്റ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഡ് വിറ്റ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് മാത്രമല്ല, അത് ഫൈനൽ ഇയേഴ്സിനും അറ്റൻഡ് ചെയ്യാം, പ്രീ ഫൈനലേഴ്സിനും അറ്റൻഡ് ചെയ്യാം, ഫസ്റ്റ് ഇയേഴ്സിനും അറ്റൻഡ് ചെയ്യാം. അതായത് 2024, 25, 26 ബാച്ചുള്ള കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും, 27 പാസ് ഔട്ടുള്ള കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ കോഡിംഗ് കോൺടെസ്റ്റിൽ പങ്കെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കോഡിംഗ് കോൺടെസ്റ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ എത്രത്തോളം കോഡിംഗ് ഉണ്ട് എന്നുള്ള കാര്യം അവരുടെ ഡാറ്റാബേസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂവിന് അവർ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പലരും കുട്ടികളും വിചാരിക്കുന്നത് എനിക്ക് വലിയ കോഡിംഗ് ഒന്നും അറിയില്ല, അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇപ്പം നമ്മൾ ചേർന്നിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് ഒരിക്കലും ഈ പ്രോസസ്സ് നമുക്ക് ഇന്നാകാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ ഇങ്ങനത്തെ പല രീതിയിലുള്ള കോഡ്, ഇപ്പോൾ TCSന്റെ കോഡ് വിറ്റ, TCSന്റെ മാത്രം കോഡ് വിറ്റ, ഇനിയിപ്പോൾ കോഗ്നിസെന്റിന്റെ ഇതുപോലെ തന്നെ വേറെ പ്രോഗ്രാം ഉണ്ടാവും, ക്വസ്റ്റ് ഗ്ലോബലിന്റെ വേറെ ഉണ്ട്. അപ്പോൾ ഓരോ കമ്പനീസിന്റെയും ഇങ്ങനത്തെ ഇഷ്ടംപോലെ കോഡിംഗ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അത് ഏത് ഇയറിൽ തൊട്ട് നിങ്ങൾക്ക് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു 3 years ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ ഏകദേശം ഇവർക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലുള്ള കോഡിംഗ് നമുക്ക് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹൈ പാക്കേജ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നമുക്ക് പ്ലേസ്ഡ് ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പം കോളേജിലല്ലാതെ പുറത്ത് നടത്തുന്ന ഇഷ്ടംപോലെ കോഡിംഗ് കോൺടെസ്റ്റുകൾ ഉണ്ടാവും. കമ്പനീസ് തന്നെ ലോഞ്ച് ചെയ്യുന്ന പല രീതിയിലുള്ള കോഡിംഗ് കോൺടെസ്റ്റ് ഉണ്ട്. ആ കോഡിംഗ് കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അത് കുഴപ്പമില്ല. പല രീതിയിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഹെൽപ്പ് കിട്ടും. ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട്. ഇത് കോഡിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമല്ല. ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഇരിക്കാനുള്ള മനസ്സ് നമുക്ക് അതിലുണ്ടാവണം. അതായത് നമുക്കിപ്പോൾ ഒരു പോർഷൻ കോഡ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ലാബിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കോഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി.
അതായത് അത് പക്ഷേ തന്നെ നമുക്ക് കിട്ടില്ല. കിട്ടാണ്ടിരിക്കുമ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും, അടുത്തിരിക്കുന്ന ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ആ പ്രോഗ്രാം നോക്കി നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കും. അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ 3 ഇയേഴ്സും ഒരു നല്ലൊരു കോഡിങ്ങിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. നമ്മളൊരു ചെറിയ പോർഷൻ എടുക്കും ആ കോഡിൻ്റെ, ആ കോഡിങ് ചെയ്ത് തുടങ്ങാം. കിട്ടുന്നില്ലേ വേണ്ട, നമ്മൾ അടുത്ത ദിവസം വീണ്ടും ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ അവസാനം ആര് പറഞ്ഞു തരണ്ടേ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ തിയറി സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ലാബിൽ നമ്മൾ എന്ത് ചെയ്യും, ലാബിൽ നമ്മളിങ്ങനെ തിയറി സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പോലെ സാറന്മാർ ഇങ്ങനെ പഠിപ്പിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ് നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെ ആൻസർ ഉണ്ടാക്കുക എന്നല്ലേ. ആ ആൻസർ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തരാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോഡിങ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. നമ്മൾ കോഡിങ് ചെയ്യാം, കിട്ടില്ല വീണ്ടും ട്രൈ ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടില്ല, 2 ഡേയ്സ് പറ്റില്ല, 3 ഡേയ്സ് ചിലപ്പോൾ ഒരു 1 വീക്ക് ട്രൈ ചെയ്താലായിരിക്കും നമുക്ക് ആ കോഡിൻ്റെ ഒരു പോർഷൻ കിട്ടും. പക്ഷെ ആ ഒരു പോർഷൻ നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി വരും. ഈ കോഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഷോർട്ട് കട്ടുകളും ഇല്ല. ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാന്നല്ലേ. പല രീതിയിലുള്ള, കാരണം ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ എക്സാമ്പിൾ സി ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ സി ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യത്തിൽ കുറേ സിൻടാക്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈഫ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, എൽസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് പൈത്തണിലും. അതിൻ്റെ ചെറിയൊരു സിൻടാക്സ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, അല്ലാണ്ട് പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അവിടെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഏത് ലാംഗ്വേജ് C++ എടുത്താലും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അത് ഏത് ലാംഗ്വേജ് എടുത്താലും ഈ കമ്പനീസിൻ്റെ ഒക്കെ കോഡിങ്ങിൽ അവർ സ്പെഷ്യലായിട്ട് ഒരു ലാംഗ്വേജ് പറയാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചെയ്യാം, പക്ഷേ ആ കോഡിങ് സ്കില്ലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കോഡിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ ഓൺലി തിങ് ഈസ് വാട്ട് യു വാണ്ട് ടു ഡു ഈസ് ജസ്റ്റ് പ്രാക്ടീസ്. ഓക്കെ, ഒരു പ്രോബ്ലം എടുക്കുക, സ്വന്തമായിട്ട് കോഡ് ചെയ്യുക, വീണ്ടും കോഡ് ചെയ്യുക. മാക്സിമം കോഡിങ് കോൺടെസ്റ്റുകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള കോഡിങ്ങിൻ്റെ ബേസ് ഒക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ അത് മാക്സിമം എടുത്തുകൊണ്ട് നിങ്ങൾ ആ കോഡിങ്ങിന് നിങ്ങൾക്ക് നിങ്ങളേതായിട്ട് ആ കോഡിങ്ങിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമുക്ക്. അല്ലാതെ നമ്മളത് വേറൊന്നും അതിന് ഷോർട്ട് കട്ട് ഇല്ല. നിങ്ങളെടുത്ത് പ്രോബ്ലം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് മാത്രമേ അതിനുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ് വരുന്നത്. 2 അഡ്വാൻറ്റേജാണ് അവിടെ വരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് നല്ല ഹൈ പാക്കേജിൽ ഡയറക്റ്റ് കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, അത് ഇനി സപ്പോസ് ഇവിടെ വരുന്ന കമ്പനി അല്ലെങ്കിൽ നമുക്കിപ്പം ഓൺ ക്യാമ്പസ് അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസിൽ നിങ്ങൾക്ക് കോഡിങ് അറിയുകയാണെങ്കിൽ ഓഫ് ക്യാമ്പസിലായാലും എവിടെയായാലും ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് കോഡിങ് നന്നായിട്ട് അറിയുകയാണെങ്കിൽ ഒരു ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും കോഡിംഗ് ആണ് ആവശ്യം. ഓക്കെ, അപ്പോൾ കോഡിംഗ് അറിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആപ്റ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് അവർ ആ ലെവലിൽ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വേറെ വരുന്നൊരു കമ്പനിയുണ്ട്, എല്ലാ കമ്പനീസും ഉണ്ട്, പക്ഷേ ക്യൂബേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ ക്യൂബേഴ്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡയറക്റ്റ് കോഡിംഗ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ആവശ്യമില്ല, കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല. അവർ നിങ്ങൾക്ക് 6 പ്രോഗ്രാം തരും, 6 പ്രോഗ്രാംസ് തരും. ആ 6 പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ പാക്കേജ് 6 lakhs per annum പ്രോഗ്രാം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസും ഉണ്ട്, അല്ലാത്ത തരുന്ന കമ്പനീസും ഉണ്ട്. അപ്പോൾ 2 രീതിയിലുള്ള പ്ലേസ്മെൻറ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രീതിയിലുള്ള പ്ലേസ്മെൻറ്റിന്? ഒന്ന് നോർമൽ പ്ലേസ്മെൻറ്റ്, സാധാരണയുള്ള പ്ലേസ്മെൻറ്റ്. ആ പ്ലേസ്മെൻറ്റിനും ഇപ്പോൾ ഒരു കോഡിംഗ് സെക്ഷൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിന് ഒരു സംഭവമുണ്ട്, അത് ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണ ഉള്ള ഹയർ പാക്കേജിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഇത് വരുന്ന ഇതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കോഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എല്ലാവരും നല്ല രീതിയിൽ കോഡിങ് എൻജോയ് ചെയ്തിട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും കോഡിങ്ങിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും പ്ലേസ്മെൻറ്റ് സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബാക്കി എങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നതിലെ കോഡിങ്ങിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്ങാണ് തരുന്നതെന്നുള്ളത് ബാക്കിയുള്ള സെഷനിൽ സജിത് സാറും ബാക്കി ജേക്കബ് ഒക്കെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ ജേക്കബ്, താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഞങ്ങൾക്ക് പ്ലേസ്മെന്റിനെ കുറിച്ച് ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സരിത് സാർ ആയിരിക്കും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. വെൽക്കം സർ. ഗുഡ് ഈവനിങ്. കേൾക്കാമോ അല്ലേ? കേൾക്കാം സർ. ഓക്കെ, അപ്പം രാഹുൽ സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കോഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഓഡിയൻസ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയേഴ്സ് ഉണ്ടല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഇയർ
ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഈ പറയുന്ന സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഓൾറെഡി ഒരു ഇൻഡസ്ട്രിയൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. അതാണ് ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിലും അതുപോലെ തന്നെ നമ്മളൊരു ഇന്റേൺഷിപ്പിനും ഒക്കെ അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു പോർട്ട്ഫോളിയോ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ബിൽഡ് ചെയ്യാം? അപ്പോൾ ഓരോ സ്റ്റേജസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ എന്തായാലും ഓരോ സെമിസ്റ്ററിലും കുറേ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ കോഡിങ്ങിന് ഇമ്പോർട്ടൻസ് വരുന്നത് നിങ്ങൾ ആ സ്കിൽസ് എങ്ങനെ അപ്ലൈ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പേർട്ട് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. കാരണം ഏത് തരത്തിലൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനും നമുക്കൊരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം. ഒരുവിധം എല്ലാ കോമ്പറ്റീഷൻസിലും ഈ പറയുന്ന അതായത് പ്ലാറ്റ്ഫോംസ് പൈത്തൺ ആണെങ്കിലും ജാവ ആണെങ്കിലും അതുപോലത്തുള്ള മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല ഇന്നേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ നിങ്ങൾ അത് കോഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഏറെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഇപ്പോൾ പുതിയ സ്കീം പ്രകാരം അവർ ഫസ്റ്റ് സെമിസ്റ്ററിൽ പൈത്തൺ പഠിക്കുന്നുണ്ട്. അപ്പോൾ പൈത്തൺ നന്നായിട്ട് പഠിക്കുക. ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നല്ലൊരു നോളജ് അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അടുത്തത് ഈ ഒരു ലേണിംഗ് നമ്മളത് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം. ഇപ്പം അതിന് എന്തൊക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്നുള്ളത് ഹാക്കർ റാങ്ക് എന്ന പ്ലാറ്റ്ഫോംസ് നമ്മൾ കോളേജിലെ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ബേസിക്കലി ട്യൂട്ടോറിയൽസ് കാണാനും അതുപോലെ തന്നെ ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഡെവലപ്പ് വേണ്ടി മാത്രമാണ്. പക്ഷെ ഹാക്കർ റാങ്കിൽ ഒരുപാട് അഡീഷണൽ യൂസ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, അതിൽ കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്, ഗ്ലോബൽ കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ഹാക്കർ റാങ്ക് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിലെ ചലഞ്ച് സോൾവ് ചെയ്യുക, റിയൽ ടൈം കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ ഈ ഹാക്കർ റാങ്ക് പോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ ഈ ഒരു ടെസ്റ്റ് യൂസ് കേസസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ കിട്ടുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കിട്ടുക. അതേ മെത്തേഡിലായിരിക്കും ഈ പ്ലേസ്മെന്റ് ഡ്രൈവ് ഒക്കെ വരുന്ന സമയത്തും കമ്പനികൾ ആ പ്ലാറ്റ്ഫോം ഇതുപോലത്തെ സിമിലർ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു പ്ലാറ്റ്ഫോം സിമിലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അത് പ്ലാറ്റ്ഫോംസ് പഠിച്ചെടുക്കാനുള്ള ഒരു ടൈമൊന്നും വേണ്ടി വരില്ല. ഓക്കെ, അപ്പം ഹാക്കർ റാങ്ക് ഞാൻ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അത് കൂടാതെ കോഡ് ഫോഴ്സസ്, ദെൻ ലീഗ് കോഡ്, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ലീഡർ ബോർഡൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ കൂടുതൽ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ലീഡർ ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മ്യൂലേണിന്റെ പ്ലാറ്റ്ഫോം. ഡിസ്കോഡ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എല്ലാവരും ഓൺബോർഡ് ചെയ്യണം. അപ്പോൾ അതിന്റെ ഗൈഡ്ലൈൻസ് ഒക്കെ മ്യൂലേൺ കമ്മ്യൂണിറ്റി നിങ്ങൾ അപ്രോച്ച് ചെയ്യും. ആ ഒരു പിയർ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അവിടെ ഇത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കോഡിങ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ ആ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ അറിയിക്കും. ഓക്കെ, ഈ ചലഞ്ചസ് വരുമ്പം നിങ്ങൾ അറിയിക്കും. അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപകാരപ്പെടും. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളെ പിയറിന് പഠിക്കാനും അതേപോലെ തന്നെ ഇതുപോലത്തെ ഇവന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നോട്ടിഫൈ ചെയ്യാനും. അല്ലാതെ നമ്മൾ എപ്പോഴും ഗൂഗിളിൽ സെർച്ച് നമുക്ക് ഈ പെർട്ടിക്കുലർ കോമ്പറ്റീഷൻസ് നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇതുപോലത്തെ ഒരു നെറ്റ്വർക്കിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഈ ഇതുപോലത്തെ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അത് അറിയും, നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ പിയർ ലേണിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജ് പഠിക്കാൻ യൂസ് ചെയ്യാം. ഒരു സെക്കൻഡ് സെം ആകുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി നിങ്ങൾ അതിൽ ചലഞ്ചസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തത് വേണ്ടത് ഒരു S3 എത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെറിയൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം. നോർമലി നമ്മൾ പ്രോജക്ട്സ് ഒക്കെ വരുന്നത് ലേറ്റർ സെമ്മിലാണ്. പുതിയ സ്കീമിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രോജക്റ്റിൽ ഒരു S3 മുതൽ തന്നെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പം ഈ ചെയ്യുന്ന പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു റിയൽ ടൈം പ്രോബ്ലം സോൾവിങ്ങോ അല്ലെങ്കിൽ കോസറ പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ഗൈഡഡ് പ്രോജക്ട്സ് ഉണ്ട്, അത് ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലം സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കാഗിൾ പോലത്തെ പ്ലാറ്റ്ഫോംസിലും ചലഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് വിന്നേഴ്സിന് പ്രൈസ് മണി കിട്ടുന്ന ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ചലഞ്ചസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എടുത്തിട്ട് ചെയ്യാം. അപ്പം അതുപോലത്തെ പ്രോജക്ട്സ് നിങ്ങൾ
S3 മുതൽ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങണം. അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് അതൊരു ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് അത് ജിറ്റബിലോട്ട് പബ്ലിഷ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ആ പോർട്ട്ഫോളിയോ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ സമയത്ത് നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഫൈനലി ഒരു റെസ്യൂം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി S3 ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു S4 ആ സമയത്ത് നിങ്ങൾ കൂടുതൽ സബ്ജക്ട്സ് ഒക്കെ പഠിച്ചിരിക്കും. ഡാറ്റാബേസോ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ച് കഴിയും. ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മളൊരു ഒരു ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലായിരിക്കും കോഡിങ് ചെയ്യുക. പക്ഷെ അത് മാത്രം പോരാ. ആക്ച്വലി നമ്മൾ ഇതിന്റെ പുറകിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയിലൊക്കെ കോഡിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരുപാട് അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ജിറ്റ് പോലത്തെ ഉള്ള വേർഷൻ കൺട്രോൾ പ്ലാറ്റ്ഫോംസ്. മാത്രമല്ല ഇപ്പം റീസെന്റ് ഡോക്കർ കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ആ അപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊരു നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന പറയുമ്പോൾ അതിന്റെ നിങ്ങൾ അത്രയും ടെക്നോളജീസ് പഠിക്കുകയാണ്. ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ ഈ ടെക്നോളജി ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നോർമലി ഉള്ള സ്റ്റുഡൻസിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ടെക്നോളജീസ് ഓൾറെഡി പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിൽ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ ഈസി ആയിരിക്കും. അത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും ഈ ബാക്കി സ്റ്റുഡൻസ് തമ്മിൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾസ് ഒക്കെ പഠിക്കാം. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രം എന്ന് പറഞ്ഞൊരു ലൈഫ് സൈക്കിൾ മോഡൽ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. അതിന് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ സർട്ടിഫിക്കേഷൻസിലൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അതിലൊന്നും പോകണമെന്നില്ല. പക്ഷെ അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, ഇപ്പോഴത്തെ SC സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷേ ഇതൊന്നും SSലൊന്നും എത്തണമെന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ S4 തന്നെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വേർഷൻ കൺട്രോളും അതുപോലെ തന്നെ ഡോക്കർ കണ്ടെയ്നർ ഈ സ്ക്രം ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പ്രൊഫഷണൽ എങ്ങനെയാണോ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോജക്റ്റ് ഒക്കെ ചെയ്യാം. ഇനി ഏതൊക്കെ ടെക്നോളജീസ് നിങ്ങൾ പഠിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് കോർ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ്, HTML JavaScript, അതുപോലെ തന്നെ മേൺ സ്റ്റാക്ക്, ഫുൾ സ്റ്റാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈവൻ മൊബൈൽ ആപ്ലിക്കേഷൻസ്, iOS ബേസ്ഡ് ഓർ ആൻഡ്രോയിഡ് ബേസ്ഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡീപ് ലേണിംഗ് പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ ആക്ച്വലി ഫൈനൽ ഇയർ വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ബേസിസ് പഠിച്ചിട്ട് അതൊക്കെ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളൊരു S5 ആ സമയത്ത് ഇന്റേൺഷിപ്പിനൊക്കെ അപ്ലൈ സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റൈപ്പൻഡോട് കൂടിയുള്ള നല്ല ഇന്റേൺഷിപ്സ് കിട്ടും. ഓക്കെ, അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് ഇതൊക്കെ നല്ല രീതിയിലൊരു ഹൈലൈറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാര്യം ഞാൻ ഓൾറെഡി മ്യൂലൺ കമ്മ്യൂണിറ്റിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരൊരു കോഡിംഗ് ക്ലബ്ബ് കോളേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഈ വർഷം മുതൽ. നമുക്കൊരു ഒരു കോഡിംഗ് ക്ലബ്ബായിട്ട് ഇതുവരെ ഒഫീഷ്യലി ഉണ്ടായില്ല. ഈ മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസ് ഉണ്ട് കോളേജിൽ. മ്യൂലൺ, ടിങ്കർ പോലത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ഈ ഒരു ക്ലബ്ബായിട്ട് ഫോം ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ക്ലബ്ബ് ഫോം ചെയ്തിട്ട് ഈ മ്യൂലൺ കമ്മ്യൂണിറ്റി ആ ഒരു ക്ലബ്ബ് നടത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഒരു എന്താ പറയുക, ഒരു ജേണി, ആ ഒരു ജേണിയിൽ സ്റ്റുഡൻസിന് കൊളാബറേറ്റ് ചെയ്യാനും എന്താ പറയുക അവരുടെ നോളജ് ഷെയർ ചെയ്യാനൊക്കെ നല്ലൊരു ഒരു ക്ലബ്ബ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ക്ലബിലോട്ട് ഈ കോഡിംഗ്, അതായത് ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം, അതിൽ ഇവന്റ്സ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, കോഡിംഗ് ക്ലബിന്റെ ഇവന്റ് ലൈക്ക് ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്യാം, കൊളാബറേറ്റീവ് പ്രൊജക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട പ്രൊജക്ടിന്റെ ഒരു ടീം ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഇന്റർ ഡിസിപ്ലിനറി ഒരു പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കലിനോ ഇലക്ട്രോണിക്സിനോ ഒക്കെ കുട്ടികളെ കമ്പൈൻ ചെയ്തിട്ട് ടീമൊക്കെ ആക്കാം. അത് നിങ്ങൾക്ക് ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ S5 S6 ഒക്കെ ആ സമയത്ത് നിങ്ങൾക്ക് ഫണ്ടിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് ഫണ്ടഡ് പ്രൊജക്ട്സ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ആ പ്രൊജക്ട്സിലൊക്കെ
അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും നാളും അക്വയർ ചെയ്ത സ്കിൽസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഫണ്ടഡ് പ്രോജക്ട്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ S7 ഫൈനൽ ഇയർ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ജേണി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം എങ്ങനെ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും അത് നിങ്ങൾ പ്ലേസ്മെന്റ്സിന് നന്നായിട്ട് എഫക്ട് ചെയ്യും, ഐ മീൻ ബെനിഫിറ്റ് ചെയ്യും. ലൈക്ക് രാഹുൽ സാർ പറഞ്ഞ പോലെ നോർമലി കിട്ടുന്ന ഒരു പാക്കേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഹൈ പാക്കേജ്, ഈവൻ 10 lakh 12 lakh പാക്കേജിലൊക്കെ പോകാൻ പറ്റും. ഈവൻ നിങ്ങൾ മൈക്രോസോഫ്റ്റ്, ആമസോണോ അതുപോലത്തെ കമ്പനികളിലേക്കുള്ള ഒരു 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 ഓപ്ഷൻസ് കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടും ആക്ച്വലി, ഈ രീതിയിലൊക്കെ നിങ്ങൾ ഈ ഫസ്റ്റ് ഇയർ മുതലേ വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എടാ, മൈക്ക് ഓപ്പൺ ആക്കി പറയുന്നവർക്ക് അങ്ങനെ പറയാം, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ പ്ലേസ്മെന്റിനെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ആക്കിയിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. കോഡിങ്ങിന്റെ ഇമ്പോർട്ടൻസും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോവാം. രാഹുൽ സാറിനും സരിത് സാറിനും പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു. നമ്മുടെ IEEE സൊസൈറ്റിയുടെ പേരിലും മ്യൂലേൺ ഇതായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്. മ്യൂലേണിന്റെ പേരിലും രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. ഇനി നമ്മുടെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് IEEE CS സൊസൈറ്റിയുടെ ചെയർ ആയിരിക്കും, ജേക്കബ്. വെൽക്കം ജേക്കബ്, യു ക്യാൻ ഹാൻഡിൽ ദ സെഷൻ. താങ്ക് യു. ബിഫോർ ദ സെഷൻ സരിത് സാർ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് സെക്ഷനിൽ. സരിത് സാർ സാർ ഇല്ല. ഹലോ, സാറ് പോയി. ഞാൻ പറയാം ആൻസർ. ഞാൻ പറയാം. ഏത് ലാംഗ്വേജ് ആണ് ബെറ്റർ, ഓർ കമ്പനീസ് ഏതൊക്കെയാണ് നോക്കുന്നത്? അപ്പം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പം നിങ്ങൾക്കൊരു എന്താ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഏതാണ്? C ആണോ, C++ ആണോ, പൈത്തൺ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടുമോ? C++. ഓക്കെ. ദെൻ വെബ് ഡെവലപ്മെന്റ് ഉണ്ടോ? +1 +2 പൈത്തൺ. ഓക്കെ. ദെൻ ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോമ്പറ്റീഷൻസ് ആണ്. IEEE എക്സ്ട്രീം കോമ്പറ്റീഷൻ, പിന്നെ TCSന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസും വർക്ക്ഷോപ്പും ഒക്കെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. പിന്നെ വേറെ ഒന്നാണ് ഇവോൾവിന്റെ ഡീറ്റെയിൽസും ഗ്രൂപ്പ് ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ അതിനും പ്രീറെക്വിസൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ സെഷൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പം ഏത് ലാംഗ്വേജ് ആണ് ബെറ്റർ എന്ന് ചോദിക്കുമ്പം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക, എന്നിട്ട് അതിൽ മാസ്റ്റർ ചെയ്താൽ മതി. പൈത്തൺ ആണെങ്കിൽ പൈത്തൺ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പൈത്തൺ പഠിച്ചതിന് ശേഷം അതിന്റെ ഓരോ ലൈബ്രറീസ്, പൈത്തണിൽ കുറെ ലൈബ്രറീസ് ഉണ്ട്. ഇപ്പം മെഷീൻ ലേണിംഗ്, AI ആ ലെവല് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഷുവർ യു ക്യാൻ ഗോ വിത്ത് പൈത്തൺ. ബിക്കോസ് പൈത്തണിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിൻടാക്സ് ആണ് പൈത്തണിലുള്ളത്. ഒരു കോംപ്ലക്സിറ്റിയും അതിനകത്തില്ല. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ലാംഗ്വേജ് പൈത്തൺ ആണ് എപ്പോഴും. C++ ആണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ലൈക്ക് ആഷ് ഇൻക്ലൂഡ്, IOStream, പിന്നെ C-in, C-out, അങ്ങനെ കുറെ സിൻടാക്സ് ഒക്കെ ഇല്ലേ. ലൈക്ക് പൈത്തണിൽ ഒന്നുമില്ല. പൈത്തൺ അറിയുന്നവർക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ ഈ സെഷനിൽ പ്ലാൻ ചെയ്തേക്കുന്ന പൈത്തൺ കംപ്ലീറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരിക എന്നുള്ളതാണ്. സോ ഇന്ന് ശരിക്കും ഇൻട്രൊഡക്ഷൻ സെഷൻ ആയിരുന്നു. നാളെ മുതലാണ് ഒഫീഷ്യലി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ കമ്പനീസ് ഒക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അവരൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ടുതരും. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പം ഞാൻ S7 സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും കുറെ കമ്പനീസ് ഒക്കെ ഇപ്പം ഏകദേശം ഒരു 4-5 more than 6 കമ്പനീസ് ഇതുവരെ വന്നു കഴിഞ്ഞു. അപ്പം അവരിങ്ങനെയാണ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇടും. അപ്പം ഒന്നുകിൽ നമുക്ക് പൈത്തണിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ C-യിൽ സോൾവ് ചെയ്യാം, C++ൽ ചെയ്യാം, ജാവയിൽ ചെയ്യാം. ഏതിൽ ചെയ്താലും നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ഒന്നാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഏത് ലാംഗ്വേജിലാണെങ്കിലും ഇഫ്, എൽസ്, വൈല്, ഡു വൈല് അങ്ങനത്തെ തന്നെയാണ്. ഒരിക്കലും അത് മാറുന്നില്ല. ജസ്റ്റ് ആ സിൻടാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാന്നേ ഉള്ളൂ. ആ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം.
ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്താ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ആലോചിക്കുക. ഈ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് പോവുക. സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഇപ്പൊ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് അതിന് എത്ര എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചറിൽ നിങ്ങൾ പഠിക്കും എന്താ ഒരു ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എന്ന് വിചാരിക്കാം ഒരു ഷെൽഫ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ബുക്ക് നോക്കണം. അപ്പോൾ വലിയൊരു ഷെൽഫാന്ന് വിചാരിക്കാം, ലൈക്ക് എന്താ പറയാ ഒരു 10,000 ബുക്ക് ഉള്ള ഒരു ഷെൽഫാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് ഏതാ, പൈത്തന്റെ ഒരു നോട്ടാണെന്ന് വിചാരിക്കും. പൈത്തന്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് അത് എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം അടിയത്തെ ഒരു ബുക്ക് എടുക്കും, അത് പുറത്തെടുക്കും, നോക്കും പൈത്തന്റെ ബുക്കല്ല, തിരിച്ചു വെച്ചു. പിന്നെ എന്താക്കും, അതിന്റെ മുകളിൽ എടുക്കും, ചിലപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് എടുക്കും, പിന്നെ ചിലപ്പോൾ നടുക്കുന്ന് എടുക്കും. അപ്പം ശരിക്കും ഇത് എവിടെ നിന്നാണോ എടുക്കുന്നത് ആ സമയം മീൻസ് എവിടെയാണോ ആ ബുക്ക് ഉള്ളത് അവിടെ വരെ നിങ്ങൾ ആ ഒരു സമയം വരെ നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ അതുവരെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുവാണ്. ടൈം മാത്രമല്ല, CPU ലോഡും CPU പ്രോസസിങ് കപ്പാസിറ്റി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് നിങ്ങൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നത്. അപ്പൊ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാം, അതിന് കുറെ സെർച്ചിങ് അൽഗോരിതം ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾ അത് പഠിക്കും. ബൈനറി സെർച്ച്, പിന്നെ ബബിൾസ് സോർട്ട് അല്ല, ബൈനറി സെർച്ച്, പിന്നെ അങ്ങനെ കുറെ സെർച്ചിങ് ഒക്കെ ഉണ്ട് എന്തായാലും. അപ്പം കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് ചെറിയ കോംപ്ലക്സിറ്റിയിൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലോട്ട് കടക്കട്ടെ. സോ എൻ്റെ പേര് ജേക്കബ് ജോർജ് ആണ്, S7 CSCB സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാം സ്ക്രീൻ? കാണാം. ഓക്കെ. സോ വലിയൊരു ഫോൾഡർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവന്റിന് വേണ്ടിയിട്ട്. കുറച്ച് കാര്യമായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. ഇപ്പം ആദ്യം ഞാൻ IEEE എക്സ്ട്രീം പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം എന്താണ് IEEE എക്സ്ട്രീം 18.0? ഓക്കെ, ഇത് 18 വർഷമായിട്ട് IEEE നടത്തുന്ന ഒരു വലിയൊരു ചലഞ്ചാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ് IEEE എക്സ്ട്രീം 18.0. അപ്പം ഇത് ഓൾറെഡി ഓറിയന്റേഷന്റെ സമയത്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ചിലവർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. പിന്നെ ഇതിനകത്ത് സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നും കൂടി ഈ സാധനം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം IEEE എക്സ്ട്രീം കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 18 ഇയേഴ്സ് ആയിട്ട് IEEE ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ചാണ് IEEE എക്സ്ട്രീം പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷൻ. അപ്പം പിന്നെ ഞാൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് IEEE എക്സ്ട്രീം എന്ന് പറയാൻ പോകും. പിന്നെ ഫോർമാറ്റ് ഓഫ് കോമ്പറ്റീഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന അവാർഡ്സ് എന്തൊക്കെയാണ്, ഹൗ ടു പ്രിപ്പയർ ഫോർ ദിസ് ചലഞ്ച്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ റീജിയണൽ ലീഡ്സ് വരുന്നത്. റീജിയൻ 10 ലീഡ്സ് ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കേരള സെക്ഷൻ ലീഡ് ഹരികൃഷ്ണൻ ആൻഡ് കേരള സെക്ഷൻ കോ-ലീഡ് അഞ്ജന. So IEEE Extreme is a global challenge in which teams of IEEE student members compete in a 24-hour time span to solve a set of programming problems. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. നല്ല രസമായിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ അന്ന് ഓറിയന്റേഷന്റെ സമയത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുമല്ലോ. ആ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങളുടെ ഫൈനൽ ഇന്റർവ്യൂ വരെ വേണ്ട സാധനങ്ങൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെക്കുകയാണ്. അതായത് ഇപ്പൊ എന്താ വലിയൊരു പ്രോബ്ലം, അത് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ചിന്തിച്ച് ഇപ്പം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1.5 hour തന്നെ വേണ്ടി വരും, വലിയ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഇതുപോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് IEEE എക്സ്ട്രീമിൽ ചോദിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യുക. അപ്പം ബയോ ബാക്ക്ഗ്രൗണ്ട് എടുത്തതും പിന്നെ CS നോളജ് ഇല്ലാത്ത കുറെ പേര് ഈ മീറ്റിനകത്തുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ബൂട്ട് ക്യാമ്പ് നമ്മൾ ഹോസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല വേറൊരു PPT ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അങ്ങോട്ട് പോകാം. ഓക്കെ, IEEE എക്സ്ട്രീം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും IEEE സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് വേണം. IEEE സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് നമ്മുടെ SB ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും. വിതിൻ 2 or 3 വീക്സിന്റെ ഉള്ളിൽ തന്നെ ഇത് എടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ഡെഡ് ലൈന് ഏകദേശം ഒക്ടോബർ 15-നാണ് ഇതിന്റെ ഡെഡ് ലൈൻ, രജിസ്ട്രേഷൻ ഡെഡ് ലൈൻ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ എല്ലാവരെ കൊണ്ടും രജിസ്റ്റർ ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് ഫർദർ കമ്മ്യൂണിക്കേഷനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നീട് ആ ഗ്രൂപ്പ്
ഓൺലി IEEE എക്സ്ട്രീം ചലഞ്ചസ് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രം നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ കൺട്രീസിലും, ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. IEEE എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, IEEE വലിയൊരു കോമ്പറ്റീഷനാണ്, വലിയൊരു ഓർഗനൈസേഷൻ ആണ്. ഈ എന്താ നമ്മുടെ പ്രൊഫഷണൽസ് മാത്രം യൂസ് ചെയ്യുന്ന കുറെ ഇതുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഓർഗനൈസേഷൻ തന്നെയാണ് IEEE എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെമ്പർഷിപ്പ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം, പിന്നീട് SP വഴി നമുക്ക് ചെയ്യാത്. ഓക്കെ, എന്താണ് IEEE എക്സ്ട്രീം ഇതിനെ പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷന്റെ ഒരു യൂണിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആണ് IEEE എന്നതുകൊണ്ട് തന്നെ IEEE എക്സ്ട്രീമിനും IEEE എക്സ്ട്രീം ഇവന്റിനും അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ IEEE എക്സ്ട്രീം പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നുള്ള പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെസ്യൂമിൽ വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർവ്യൂ വരുമ്പോൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണ്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ, നിങ്ങളുടെ റെസ്യൂമിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഇത് വലിയൊരു അവസരമാണ്. രജിസ്ട്രേഷൻ ഫീസ് ഒന്നും ചോദിക്കുന്നില്ല. ഓൺലി കണ്ടീഷൻ ഈസ് IEEE എക്സ്ട്രീം IEEE മെമ്പർഷിപ്പ് ആണ്, IEEE സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് ആണ്. ഓക്കെ, ഇനി ബ്രിങ്ങിങ് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം, പിന്നെ എന്താ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് വേൾഡിലുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. മീൻസ് ഈ IEEE സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് ഉള്ള എല്ലാവരും. അപ്പൊ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 90+ കൺട്രീസിലാണ് ഈ ഒരു ചലഞ്ച് നടക്കുന്നത്. പിന്നെ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പം 24 hours ആണ്. നിങ്ങൾക്ക് എനി ടൈം ലോഗിൻ ചെയ്യാം, എനി ടൈം ലോഗ് ഔട്ടും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഒരുക്കി തരും, ലാപ്ടോപ്പ് ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്. ദെൻ 25+ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നേരത്തെ ഒരു കുട്ടി ചോദിച്ചിരുന്നു, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് പഠിച്ചാലായിരിക്കും കമ്പനീസിന് കൂടുതൽ നിങ്ങൾ ആവശ്യം വരിക എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം 25+ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഈ പറയുന്ന കോമ്പറ്റീഷനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നല്ല തറവായിട്ട് പഠിക്കാം. അപ്പം പൈത്തൺ തന്നെ നിങ്ങൾ ഇന്ന് മുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ദെൻ 1 or 2 questions ആഡഡ് എവറി ഹവർ. എല്ലാ ഹവറിലും 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അപ്പം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് മിനിമം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് അത്രയും സമയം വേണ്ടി വരും. പിന്നെ പെനാൾട്ടി ഒന്നുമില്ല. പിന്നെ കറക്റ്റ് ആൻസറിനൊക്കെ 30 പോയിന്റ്സ് നിങ്ങൾക്ക് തരും. 70 എക്സ്ട്രാ പോയിന്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫിക്കൽട്ടി ഓഫ് ടാസ്ക്. ഓക്കെ, ഡിഫിക്കൽട്ടി ഓഫ് ടാസ്ക് അനുസരിച്ചാണ്. ഇപ്പം 3 ലെവലാണ്: ബിഗിനർ, ഇന്റർമീഡിയറ്റ്, കുറച്ചും കൂടി ടഫ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ എന്താ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയെന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി ഓഫ് ദ ടാസ്കിനനുസരിച്ച്, ടാസ്കിന്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് നിങ്ങൾ അപ്രോച്ച് ചെയ്ത മെത്തേഡിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ IEEE സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് എന്തായാലും വേണം. പിന്നെ പാർട്ടിസിപ്പൻസ് ക്യാൻ ബി ഫ്രം എനി ഡിസിപ്ലിൻ. നിങ്ങൾ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാൻ മറന്നുപോയി. പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൺലി CS സ്റ്റുഡൻസിന് മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും അല്ല. CS സ്റ്റുഡൻസിനും പറ്റും, EEEക്കും പറ്റും, ECക്കും പറ്റും, MECനും പറ്റും, സിവിലിന് പറ്റും, എല്ലാവർക്കും പറ്റും, ITക്കും എല്ലാവർക്കും പറ്റും. ഓക്കെ, ഏത് ഡിസിപ്ലിൻ ആണോ, ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ എന്നൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് IEEE സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് മാത്രം ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി മതി. ഓക്കെ, അറ്റ്ലീസ്റ്റ് one member or maximum 3 member വരെ വരാം. ജേക്കബ് വോയിസ് കട്ടാവുന്നുണ്ടേ. അപ്പം ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലേസ് എക്സ്റ്റൻസും ഒരു ക്ലാസ് IEEE എക്സ്ട്രീം 18.0 കോമ്പറ്റീഷൻ അവാർഡ്. ഹലോ ഹലോ കേൾക്കാമോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, നെറ്റിന്റെ ഇഷ്യൂ. ആ, ഓക്കെ, ഇവിടുത്തെ ഇഷ്യൂ ആണ്. ഓക്കെ,
തേർഡ് പ്ലേസ് എന്ന് പറയുന്ന എന്താ നിങ്ങൾക്ക് $300 വെച്ചിട്ട് ക്യാഷ് അവാർഡ്സ് കിട്ടും. 4 to 10 പ്ലേസ് വരുന്നവരെയൊക്കെ അവർ ഒന്നാമത് അവരുടെ ഒരു ഹോളോ ഫ്രെയിമിൽ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അത് പുറത്തുള്ള കമ്പനീസിനും ഒക്കെ കാണാൻ പറ്റും. മീൻസ് പുറത്തുനിന്ന് ആരൊക്കെ നോക്കുന്നുണ്ട്, അവർക്കൊക്കെ IEEE എക്സ്ട്രീമിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി നോക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്, ടോപ്പ് 100 പ്ലേസിൽ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ കാണാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ബണ്ടിൽസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഗുഡീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും 4 to 10 പ്ലേസ് വരുന്നവർക്ക്. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോക്ടറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ പ്രോക്ടർ എന്ന് പറയുമ്പോൾ റെൻസി സാർ ആണ്. ആ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാം. എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ക്യൂറീസ് ഉണ്ട് അബൌട്ട് IEEE എക്സ്ട്രീം 18.0 കോമ്പറ്റീഷൻ? എന്തെങ്കിലും കോമ്പറ്റീഷൻ എങ്ങനെ നടക്കാനോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി എന്തെങ്കിലും ക്യൂറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു കോമ്പറ്റീഷൻ ആണ്. ഇത് ലാസ്റ്റ് പോലെ കോഡിഗ്നേറ്റ്. ഞാൻ TCSന്റെ കോഡ് വിറ്റ എന്നുള്ള ചലഞ്ചിനെ പറ്റി പറയാം. ഓക്കെ, IEEE എക്സ്ട്രീം പോലെ ഒരു കോമ്പറ്റീഷൻ ആണ് TCSന്റെ കോഡ് വിറ്റ എന്ന് പറഞ്ഞൊരു ചലഞ്ച്. സോ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഗ്രൂപ്പ് ഷെയർ ചെയ്ത് തരാം. അപ്പം ഈ TC കാര്യങ്ങളൊന്നും വേണ്ട, രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആണ്, IEEEനേക്കാളും കുറച്ചുകൂടി ടഫസ്റ്റ് ആണ് ഈ സാധനം. പക്ഷെ ട്രൈ ചെയ്തെങ്കിൽ എന്തായാലും നല്ലതാണ്. ഇത് ലോഞ്ച് ചെയ്ത് 2012 TCS എന്ന് പറഞ്ഞൊരു കമ്പനി, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അവരാണ് ഈ കോഡ് വിറ്റ എന്നുള്ളൊരു കോമ്പറ്റീഷൻ മറ്റേ ഡിസൈൻ ചെയ്തത്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി, കാര്യമായിട്ടൊന്നുമില്ല. വലിയ കോൺടെസ്റ്റ്. ഓക്കെ, 98 കൺട്രീസ് വരെ ഇത് കിട്ടാറുണ്ട്. പിന്നെ ഗ്ലോബൽ ഫിനോമിനൻ ആണ് ദിസ് ഇയർ. യുണൈറ്റഡ് ബൈ കോഡ്. ഏകദേശം ഒന്ന് വായിച്ചു കിട്ടും. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡോട്ട് പോവാം. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് 3 കോഡേഴ്സ് മീൻസ് $20,000. ഓക്കെ, then chance to explore exciting careers with one of the most powerful brand. Okay, പിന്നെ chance to compete with some of the best coders in the world. പിന്നെ platform to showcase your programming skills. Okay, ഇനി രജിസ്ട്രേഷൻ ഫീസ് ഒന്നും വരുന്നില്ല. ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് ഒക്കെ. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റഡിങ് ഇൻ എനി സ്ട്രീം ഓഫ് സയൻസ് ഓർ എഞ്ചിനീയറിംഗിന്റെ ഏത് സ്ട്രീമിലുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിനും IT മാത്രമല്ല ഏത് സ്ട്രീമിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എക്സ്പെക്ടിങ് ടു കംപ്ലീറ്റ് ദെയർ കോഴ്സ് ഇൻ ദ ഇയർ ഓഫ് 2025, 26, 27, 28. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള 4th ഇയേഴ്സ് മുതൽ നിങ്ങൾക്ക് വരെ ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഇയേഴ്സ് വരെ ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെയുള്ള ചലഞ്ചസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പം അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പ്രിപ്പറേഷൻ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഇയറിലുള്ള കുറെ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് പ്രോഗ്രാമിങ്ങിനെ പറ്റി ഇപ്പോഴും ഒരു ബേസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സെഷനോ അങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ടതും, അതിന് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രമാണെങ്കിലും കോളേജിലെ പ്ലേസ്മെന്റ് ടെസ്റ്റ്, അറ്റൻഡൻസ് അല്ലെങ്കിൽ അക്കാഡമിക്സ് മാർക്സ് അത് മാത്രം നോക്കിയാലൊന്നും നടക്കൂല. അത് ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾ ചിന്തിക്കണം, എന്നാലേ വല്ലതൊക്കെ നടക്കുള്ളൂ. ഇതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്നുള്ളതൊക്കെ
മ്യൂലൻ ടീമും ടിങ്കറബ് ടീമും കൂടി പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ബട്ടൺ യൂസ് ചെയ്തിട്ട് ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഫൈനലി ഓക്കെ, ഇതാണ് ആ ലിങ്ക് വരുന്നത്. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് TCSന്റെ കോഡ് വിറ്റ ചലഞ്ച്. ഇതുപോലെ നേരത്തെ കാണിച്ചതാണ് IEEE എക്സ്ട്രീമിന്റെ പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷൻ. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചലഞ്ചിനെ പറ്റി എനി ഡൗട്ട് ഓർ ക്വറീസ്? അത് എന്റെ നെറ്റിന്റെ ഇഷ്യൂ ആണ്. ഇപ്പം കേൾക്കാമോ? ഹലോ. കേൾക്കാം. ഓക്കെ. ജസ്റ്റ് നെക്സ്റ്റ് PPTയിലോട്ട് പോവാം. ഇനി കോഡിഗ്നൈറ്റ് എന്ന് പറഞ്ഞ ചലഞ്ചിനെ പറ്റി ഞാൻ പറയാം. അത്യാവശ്യം എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ലിങ്ക്ഡിൻ പേജ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട്. ഈ ഒരു ഇവന്റ് എന്ന് പറയുമ്പോൾ 1 വീക്ക് പ്രോഗ്രാമിംഗ് ബോot ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തത് IEEE CS കമ്പ്യൂട്ടർ സൊസൈറ്റി സ്റ്റുഡന്റ് ബ്രാഞ്ച് ചാപ്റ്റർ LBCTയും മ്യൂലൻ കമ്മ്യൂണിറ്റിയും കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെഷൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ആ ഒരു ഫോർമാറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചു. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IEEE എക്സ്ട്രീം പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷൻ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ IEEE തന്നെ ഓർഗനൈസ് ചെയ്യുന്ന IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്ന ഇവോൾവ് എന്ന് പറഞ്ഞൊരു സെഷൻ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ TCSന്റെ കോഡ് വിറ്റ സെഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഈ രണ്ടിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. ഇവോൾവ് എന്ന് പറയുമ്പോൾ ജനറേറ്റ് ചെയ്തതിന്റെ ബോട്ട് ക്യാമ്പാണ്. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടായിരുന്നു. മറ്റേ ഇവോൾവ് എന്ന് പറയുമ്പോൾ ജനറേറ്റീവ് AI, ലൈക്ക് AIന്റെ അഡ്വാൻസ്ഡ് സാധനമാണ് ജനറേറ്റീവ് AI. അപ്പൊ ഈ ഒരു ഇവന്റിനോട്ട് നിങ്ങൾക്ക് കയറണമെങ്കിൽ അത്യാവശ്യം കുറച്ച് നോളജ് ആവശ്യമുണ്ട്. അത് ഞങ്ങൾ അവരോട് കൊടുക്കുന്ന രജിസ്ട്രേഷൻ ഒരു ചലഞ്ച് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് 500 ആണ് നോൺ IEEE മെമ്പേഴ്സിന്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സെഷൻ നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ മൂന്നെണ്ണം അല്ല, ഇനി ഇഷ്ടംപോലെ ഇവന്റ് വരാനുണ്ട്. IEEE SPന്റെ ആണെങ്കിലും IEEE അതർ ചാപ്റ്റേഴ്സിന്റെ ആണെങ്കിലും ടിങ്കർ ഹബിന്റെ ആണെങ്കിലും ന്യൂലാൻഡ് ആണെങ്കിലും പല ആക്ടിവിറ്റീസ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനൊക്കെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇനി ഇതിന്റെ പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ പറയാം. നിങ്ങൾക്ക് മെന്റേഴ്സിന് ഒരു കോഡ് ഉണ്ടാവും, മെന്റീസിന് ഒരു കോഡ് ഉണ്ടാവും. ഇതിലിപ്പോ എത്ര മെന്റേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഈ മീറ്റിൽ എത്ര മെന്റേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്? ഓക്കെ. പിന്നെ നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ നാളേക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പ്രോഗ്രാം സ്ട്രക്ചർ പറയുമ്പം ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ വരുന്നത്. മെന്ററിന് ഒരു കോഡ് ഉണ്ടാവും, മെന്റിക്ക് ഒരു കോഡ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് മെന്റേഴ്സിന്റെ ഇത്. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റേ PDF മെന്റർ മെന്റി മാപ്പിംഗ് ഇന്ന് തന്നെ അയച്ചിരുന്നതായിരിക്കും. അപ്പൊ ഓരോ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്യും. ആ ഗൂഗിൾ ഫോമിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവൻ പഠിപ്പിച്ചതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിന് ആൻസർ ചെയ്യുക. അത് ആ ഫോമിൽ സബ്മിറ്റ് ചെയ്യുക. ബിഫോർ ദ നെക്സ്റ്റ് സെഷൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. വെറുതെ കണ്ടിട്ട് കാര്യമില്ല. പിന്നെ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ലാപ്ടോപ്പ് ഇല്ല, ഫോണിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ലാപ്ടോപ്പ് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്, നിങ്ങൾക്ക് എന്തായാലും ലാപ്ടോപ്പ് ആവശ്യമുണ്ട്. സെക്കൻഡ് ഇയർ മുതൽ കമ്പൽസറി ആയിട്ടും വേണം. നിങ്ങൾക്ക് ലാബ് പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനാണെങ്കിലും ലാപ്ടോപ്പ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പം ലാപ്ടോപ്പ് ഒന്ന് എന്തായാലും അത്യാവശ്യമായിട്ട് വാങ്ങുക. ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. പഠിക്കുന്നതിന് ലാപ്ടോപ്പ് വേണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കുറെ ഓൺലൈൻ കമ്പൈലേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ഓൺലൈൻ കമ്പൈലേഴ്സ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. കുറച്ച് കമ്പൈലേഴ്സ് ഞാൻ പറഞ്ഞുതരാം.
യാ ഈ പ്രോഗ്രാമിംഗ് അത്യാവശ്യം നല്ലൊരു പറഞ്ഞൊരു കമ്പൈലർ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കമ്പൈലേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ കമ്പൈലറിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഇതിന് ലാപ്ടോപ്പ് തന്നെ വേണമെന്നില്ല, ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ആപ്പ്, മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ലേൺ പൈത്തൺ എന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തൽക്കാലം മൊബൈൽ ഇല്ലാത്തവർ അങ്ങനെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഓൺലൈൻ കമ്പൈലർ സെർച്ച് ചെയ്ത് പഠിക്കും. ഞാൻ ഈ SNC 001, SNC 002 ഇവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന മെന്റേഴ്സ് ആണ്. മെന്റർ മെന്റി എന്തോ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ, മെന്റർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഫോമിൽ ഉള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതെങ്ങനെ ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഈ എറർ എങ്ങനെ സോൾവ് ചെയ്യുന്നത്, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെന്ററിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടൊരു മെന്റീസിന്റെ നെയിമും അവരുടെ കോഡും ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ലൈക്ക് ഫോർ എക്സാമ്പിൾ അനീനയ്ക്ക് മെന്റി കോഡ് SYC 001 ആണ്, ആയിഷത്ത് ദിൽഷാനയ്ക്ക് SYC 002 ആണ്. അങ്ങനെ ഈ 3 പേർക്കും അവർക്ക് മെന്ററായിട്ട് ഉണ്ടാവുക ആരായിരിക്കും? ഈ പറയുന്ന ആളായിരിക്കും, മോണിക്ക ദേവി. അയാളായിരിക്കും നിങ്ങൾക്ക് മെന്ററായിട്ട് ഉണ്ടാവുക. 4 പേർക്കല്ലേ? 4 പേർക്ക് മനസ്സിലായില്ലേ? ഈ ഒരു മാപ്പിംഗ് മനസ്സിലായോ? ഈ ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഈ ഒരു മാപ്പിംഗ് മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റർ ആരാണെന്ന് നോക്കുക. മെന്റർ എങ്ങനെ മനസ്സിലാവും? നിങ്ങളിപ്പോൾ അനിയാണ്, ആ മെന്ററിന്റെ കോഡ് ഈ PDF എവിടെയാണ്, ഈ ഒരു പേജിൽ എവിടെയാണെന്ന് നോക്കുക. ഈ മെന്റർ കോഡ് എവിടെ? SNC 001, SNC 001 ആണ്. അപ്പം ഈ മെന്റിക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടത് ആരെയാണ്? ഈ ഒരു മെന്ററിനെയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ദിൽഷാനിക്കാണെങ്കിൽ SYC 001 അത് ഇയാളാണ്. SYC 009 ആണെങ്കിൽ അവർക്ക് കൊടുത്തേക്കുന്ന മെന്റർ കോഡ് SNC 003 ആണ്. 3 എന്ന് പറയുമ്പോൾ ഹരികൃഷ്ണ ആയിരിക്കും നിങ്ങളുടെ മെന്റർ. ഈ ഒരു ഇവന്റ് കഴിയുന്നവരെ നിങ്ങളുടെ മെന്റർ ഹരികൃഷ്ണ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റൻ ആണെന്ന് ചോദിക്കാം. അപ്പം മെന്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കി തരില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മെന്റേഴ്സിനോട് മെസ്സേജ് അയച്ച് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. നിങ്ങൾ തന്നെ ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് എല്ലാ മെന്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും മെന്റീസ് ആണ്. പാർട്ടിസിപ്പൻസ് എല്ലാവരും മെന്റീസ് ആണ്. പാർട്ടിസിപ്പൻസ് നിങ്ങൾക്കുള്ള മെന്റേഴ്സിന് മെസ്സേജ് ചെയ്യണം. മെസ്സേജ് വെച്ചിട്ട് മറ്റേ ഒന്നെങ്കിൽ മെന്റർ ഗ്രൂപ്പ് ആക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗ്രൂപ്പ് ആക്കുക, അദ്ദേഹത്തെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ബൂട്ട് ക്യാമ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒരു ക്ലാസ് എടുത്ത് തരുന്ന അതിനേക്കാൾ ഉപരി ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. മാക്സിമം ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ചെയ്യുമ്പം ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും കുറച്ച് തിരക്കില് ഒക്കെ ഉള്ളവരാണ്. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ എനിക്കൊന്ന് ഉച്ചയ്ക്കാണെങ്കിലും 4th ഇയേഴ്സിനൊക്കെ ഒരു പ്ലേസ്മെന്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറെ പേര് ഇങ്ങനെ PM ആയിട്ട് ഇങ്ങനെ ഓരോ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താ. ചില ആൾക്കാർ ഗ്രൂപ്പിലുള്ള വോയിസ് പോലും കേൾക്കാറില്ല, ഗ്രൂപ്പിൽ പറയുന്ന ഒന്നും കാണാറില്ല, ഡയറക്റ്റ് ഒന്നും ചോദിക്കുക കോൾ ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓവർഹെഡ് ആണ്. അപ്പം നിങ്ങൾ മാക്സിമം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് മനസ്സിലായതിനു ശേഷം മാത്രം റിപ്ലൈ ചെയ്യുക. അതൊരു കാര്യം. നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ചെറിയ ചെറിയ ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഗൂഗിൾ സെർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹലോ സോറി എവിടുന്നാ കട്ടായി പോയേ? ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോയതാ. കുറെ നേരമായി
അല്ല എന്തെങ്കിലും okay. ഡൗട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞ അവിടെ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഹൗ ടു പ്രിന്റ് അല്ലെങ്കിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് നോക്കിയോ. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് മറ്റേ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഒക്കെ വരും. ഓക്കെ, പൈത്തണിലെ പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു നല്ലൊരു ടൂളാണ് ചാറ്റ് GPT. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ചാറ്റ് GPT. അതുപോലെ കോപൈലറ്റ്, ഗിറ്റബിന്റെ കോപൈലറ്റ്, ക്വറീസ് ഒക്കെ നിങ്ങൾ എന്തായാലും ചാറ്റ് GPTനോടും കോപൈലറ്റിനോടൊക്കെ ചോദിച്ചിട്ട് തന്നെ അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യുക. അതിലും പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ മെന്റേഴ്സിനോട് ചോദിക്കാം. മെന്റേഴ്സ് പുറത്തുനിന്ന് ആരെയും നമുക്ക് കിട്ടിയിട്ടില്ല, അതൊന്നാമത്തെ കാര്യം. ഇപ്പൊ സ്റ്റാഫ്സിനാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുണ്ട്. സ്റ്റുഡൻസിനാണെങ്കിൽ പോലും നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ തേർഡ് ഇയേഴ്സിനാണെങ്കിലും സെക്കൻഡ് ഇയേഴ്സിനാണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ബുദ്ധിമുട്ടിക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞാലേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ ചോദിക്കാം. മാക്സിമം ഗൂഗിളിൽ മതി. ഓക്കെ, ഇങ്ങനെ കോപൈലറ്റ്, ചാറ്റ് GPT അതുപോലുള്ള ഗൂഗിൾ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം എന്തെങ്കിലും ആ ക്വസ്റ്റൻ അതുപോലെ നിങ്ങൾ ചാറ്റ് GPTയിൽ ഇടരുത്, ഒരിക്കലും ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്തിനാ ഇവന്റ് ചെയ്യുന്നത് പറയുമ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് തരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള ചലഞ്ചസിന് നിങ്ങളെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരിക, പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് അതുപോലെ ചാറ്റ് GPT ഇട്ട് കൊടുത്താൽ എന്തായാലും അതിന്റെ ആൻസർ വരും. അതൊന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യുക. എങ്ങനെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നുണ്ട് സെഷന്റെ സമയത്തൊക്കെ. ആഫ്റ്റർ ദാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെന്റേഴ്സിനോട് ചോദിക്കാം. അങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകുക. സോ താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ എക്സ്ട്രീമിനെ പറ്റി ഒരു ചലഞ്ചും മീൻസ് IEEE എക്സ്ട്രീമിനെ പറ്റി ഒരു ഓറിയന്റേഷൻ ആണ് പ്ലാൻ ചെയ്തത്. IEEE എക്സ്ട്രീമും TCSന്റെ കോഡ് കിട്ടിയും പിന്നെ ഈ ഒരു കോഡിഗ്നൈറ്റിനെ പറ്റി ഓവറോൾ ഈ മെന്റർമെന്റ് മാപ്പിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം ഫോണിൽ ഏറ്റവും നല്ലൊരു ഇതാണ് ഈ സാധനം, പ്രോഗ്രാമിങ്സിന്റെ പൈത്തൺ പ്രോഗ്രാമിംഗ്. അപ്പം ഇതിൽ ട്രൈ ചെയ്യാം. ഇത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. അതല്ലാണ്ട് ഇഷ്ടംപോലെ ടൂൾസ് അവൈലബിൾ ആണ്. ഓക്കെ, മൊബൈൽ ലൈക്ക് ഈ ലാപ്ടോപ്പ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മൊബൈലിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. മൊബൈൽ ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ വെബ് ഡെവലപ്മെന്റ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഫോണിലാണ്. എൻ്റെ ഫോൺ ഇതാ റെഡ്മി നോട്ട് 9, എൻ്റെ ചെറിയൊരു ഫോൺ എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ HTML എഡിറ്റ് നല്ലൊരു ആപ്പിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വെബ് ഡെവലപ്മെന്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എനിക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഫോണിലാകുമ്പം ഷിഫ്റ്റ് അടിക്കണം, പിന്നെയും മാറണം, ഈ കുത്തും സെമിക്കോളൻ എടുക്കണമെങ്കിൽ ഒരു ടാബ് മുമ്പോട്ട് പോകണം, അങ്ങനെ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് വാങ്ങിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. പിന്നീട് വാങ്ങിച്ച സമയത്ത് അതിനകത്തോട്ട് എടുത്ത് പഠിച്ചു. അപ്പൊ പഠിക്കാനാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിക്കും. ഓക്കെ, അതുകൊണ്ട് ഫോൺ ഉള്ളവർക്ക് അതൊരു ഒരിക്കലും ഒരു ഇതല്ല, ലൈക്ക് ഒരു എന്താ പറയാ ഒരു പോരായ്മയല്ല. ഫോണിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ മതി. എന്തായാലും നിങ്ങൾ ലാപ്ടോപ്പ് എടുക്കണം. ആ സമയമാകുമ്പോഴേക്കും നല്ലൊരു സാധനം നോക്കി എടുക്കാം. അതുവരെ ഫോണിലൊക്കെ പഠിച്ച് ഇരിക്കാം. ഇപ്പം HTML ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമാണെങ്കിൽ HTML എഡിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. HTML എഡിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. നല്ലൊരു ആപ്പാണ്. വെബ് ഡെവലപ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഫോൺ ഇല്ലെങ്കിൽ, ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്?
സർ പൈത്തൺ പ്രോഗ്രാം എടാ സാറല്ല കേട്ടോ, സ്റ്റുഡൻ്റ് ആണ്. പൈത്തൺ പ്രോഗ്രാം ലാപ്ടോപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെ, അത് പറയാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാളത്തെ സെഷന് മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞുതരും ഏതൊക്കെ സാധനങ്ങളാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്റർ ആണ് VS കോഡ്. കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ്, പക്ഷേ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ നിങ്ങൾ ഏത് OS ആണ് യൂസ് ചെയ്യുന്നത് അത് പറയാം. നിങ്ങൾ ഏത് OS ആണ്, ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് വേണ്ടി ഇൻസ്റ്റാളേഷനും, ലിനക്സ് ആണെങ്കിൽ ലിനക്സിന് വേണ്ടി ഇൻസ്റ്റാളേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. സയൻസ് ആണ് ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് തുടങ്ങിക്കോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ച്. ഓക്കെ, ഇതൊരു അതിനനുസരിച്ചാണ് നല്ല ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ സിലബസ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. പിന്നെ പൈത്തൺ കംപ്ലീറ്റ് ഏകദേശം നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് തരും. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നടക്കുള്ളൂ. ഇതുപോലെ പറഞ്ഞ പോലെ പ്രോഗ്രാം അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ കോഡ് വരും. ChatGPT ആണെങ്കിൽ അതുപോലെ കോഡ് വരും. പക്ഷെ അത് കോപ്പി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലോഡാണെന്നെല്ലാം കാണിച്ചിട്ടായിരുന്നു. ജസ്റ്റ് ChatGPT ഇട്ട് കൊടുത്താൽ എല്ലാ സാധനവും വരും നമുക്ക്. മെന്റി ഒന്നുകൂടി പറയാമോ? ഓക്കെ, പറയാം. ഇത് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടില്ല, അതാണ് ഞാൻ സാധനം ഷെയർ ചെയ്യാത്തത്. കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. എത്ര മെന്റേഴ്സ് വരും എന്ന് കുറച്ചുകൂടി നോക്കാനുണ്ട്. പിന്നെ മെന്റേഴ്സിന് അത്ര നമുക്ക് കിട്ടിയിട്ടില്ല. മെന്റർ മെന്റി മാപ്പിംഗ് എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ പ്രോഗ്രാം സ്ട്രക്ചർ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇപ്പം ലൈക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. മെന്ററിന് ഒരു കോഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, അതുകൂടെ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, മെന്ററിന് ഒരു കോഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എൻ്റെ കോഡ് ABC എന്ന് വിചാരിക്കാം, ABC. അപ്പം ഇവിടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് SNC എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, SNC 001. അത് എൻ്റെ മെന്റർ കോഡാണ്. ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞാൽ എൻ്റെ മെന്റർ. ജേക്കബ് ജോർജ് എന്ന് പറയുന്ന എൻ്റെ മെന്റർ കോഡാണ് SN ആണിത്. അപ്പൊ എൻ്റെ സ്റ്റുഡൻസ് ആരാണ്? ഈ നോക്ക്, ഞാൻ ഇവിടെ നോക്ക്, ഈ SNC 001 ഈ SNC 001 കണ്ടോ? അപ്പം ഈ മെന്റർ നെയിമിന്റെ മെന്റർ കോഡാണ് ഈ കോഡ്. ഈ മെന്റി ടേബിളില് ഫസ്റ്റ് റോയിലാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ അനീന എന്ന് പറയുന്ന മെന്റി ഈ പറയുന്ന മെന്ററിന്റെ, ഈ മോണിക്ക ദേവി എന്ന് പറഞ്ഞ മെന്ററിന്റെ സ്റ്റുഡന്റ് ആണ്. മനസ്സിലായോ? സിമിലർ ടു ദാറ്റ് SNC 002 എന്ന് പറയുന്ന മെന്റർ കോഡ് എന്ന് പറയുന്ന മെന്റർ നെയിമിന്റെ മെന്റർ കോഡിനുള്ള മെന്റീസ് ആണ് SYC 005, SYC 8. ഓക്കെ, അപ്പൊ ഈ ടേബിളില് മെന്റി ടേബിളില് SYC 005 അല്ലേ? ഫാത്തിമ ഷെറിലും അടുത്ത ആളും ഐഷിയും ഒക്കെ റഷാദിന്റെ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അതുപോലെ ഹരികൃഷ്ണന്റെ സ്റ്റുഡൻസ് ആണ് താഴെയുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇത് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നത്, മെന്റർ മെന്റി എന്ന സിസ്റ്റം. അപ്പം വെറുതെ ഒന്ന് നമുക്ക് എടുത്തു വിടാം, പക്ഷെ അതിൽ കാര്യമില്ല. നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെന്റർ മെന്റി എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചാൽ ആരാ? ക്ലിയർ ആയോ? VS കോഡ് യൂസ് ചെയ്താൽ മതി. VS കോഡാണ് ബിഗിനർ ഫ്രണ്ട്ലി, കുറച്ചും കൂടി നല്ല സാധനം. കാരണം VS കോഡിൽ നമുക്ക് കുറെ പ്ലഗിൻസ്, ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ എടുത്തരാം. ഇതാണ് നമ്മുടെ VS കോഡ് ആപ്പ്. ഓക്കെ, ഇതിനകത്ത് എന്തുകൊണ്ട് ഇത് കുറേം കൂടി നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ടെർമിനൽ എടുക്കാൻ പറ്റും. ലൈക്ക് ബാക്കിയുള്ളവരും പറ്റും തോന്നുന്നു, ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം കാണിച്ചിട്ടാണ്. പ്രിന്റ് വേൾഡ് കണ്ടോ? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. എൻ്റെ ഫസ്റ്റ്
VS കോഡിൽ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് റൺ ചെയ്യാനും ഡീബഗ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, വലിയ ചെറിയ ചെറിയ പ്രൊജക്ട് മുതൽ പഠിക്കുന്നത് മുതൽ വലിയ വലിയ ടൈപ്പ് പ്രൊജക്ട് വരെ നമുക്ക് സിമ്പിൾ ആയിട്ട് VS കോഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റൻഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പം കോഡ് റണ്ണർ. ഇപ്പം പൈത്തണിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ PRI എഴുതുമ്പോഴേക്കും ബാക്കി അതിനകത്ത് സജസ്റ്റ് ചെയ്ത് വരും. PRI കണ്ടോ, ബാക്കി അതിനകത്ത് ഇത്രയും സജസ്റ്റ് ചെയ്ത് വന്നു. പ്രോപ്പർട്ടി, പ്രോസസ് ലുക്കപ്പ് എറർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഈ പറയുന്ന എക്സ്റ്റൻഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് സെർവർ യൂസ് ചെയ്യുന്നത്. പൈത്തന്റെ കമ്പൈലർ, പൈത്തൻ ഡീബഗർ, തണ്ടർ ക്ലയന്റ് ഫോർ API ടെസ്റ്റിംഗ് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് VS കോഡിന്റെ ഒരു ഓവറോൾ ഇന്റർഫേസ്. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നൊക്കെ നാളെ പറയുന്നതായിരിക്കും. അബ്രാമിന്റെ സെഷന് മുമ്പേ നമ്മൾ പറയുന്നതായിരിക്കും ഏതൊക്കെ സാധനങ്ങൾ. ലാപ്ടോപ്പ് ഉള്ളവരെ VS കോഡ് ഓൺ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ലാപ്ടോപ്പ് ഇല്ലാത്തവര് ജസ്റ്റ് മൊബൈലിൽ ഞാൻ പറയുന്ന എന്താ ആപ്പിലോ പൈത്തൺ എന്ന് പറഞ്ഞ ആപ്പിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ പ്രോഗ്രാമിസിന്റെ, ഇതിലോ നോക്കിയാൽ മതി. ഓക്കെ, ഇനി എന്തെങ്കിലും ക്യൂറീസ് കവർ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ കോമ്പറ്റീഷന്റെ ബ്രോഷർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രീം പ്രോഗ്രാം കോമ്പറ്റീഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് DM മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്തിട്ടുണ്ടോ, പിന്നെ ഗ്രൂപ്പിലുള്ള മെസ്സേജ് ഒക്കെ കംപ്ലീറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ ശേഷം മാത്രം നിങ്ങൾ മെന്റേഴ്സിനാണെങ്കിലും മെസ്സേജ് ഇട്ട ആൾക്കും മെസ്സേജ് അയക്കുക. ഇതെന്തുകൊണ്ട് പറഞ്ഞെന്ന് പറയുമ്പോൾ 1-2 പേരാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് തന്നെ ഏകദേശം ഒരു 10-30 പേർക്ക് റിപ്ലൈ കൊടുത്തു. അപ്പൊ ഏകദേശം കുറെ കഴിയുമ്പോൾ ഞങ്ങൾക്കും ഒരുമാതിരി ഒരു അവസ്ഥ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മാക്സിമം ഗ്രൂപ്പിലുള്ള സാധനങ്ങൾ നോക്കിയിട്ട് അത് മനസ്സിലായെങ്കിൽ അതുപോലെ ചെയ്യാം. മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം ഗ്രൂപ്പ് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ ബാക്കിയുള്ളവർക്കും ഈ ഒരു ഇതിനെ കൊണ്ടൊരു ഗുണം ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഇവന്റ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും നിങ്ങൾക്ക് അടിപൊളി സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ അയ്യോ പിന്നെയും ബ്രേക്ക് ആയോ, ഒന്നും കേട്ടില്ലേ? ഹലോ ഹലോ, കേൾക്കാം. ഞാൻ എക്സ്ട്രാ ആഡ് ഓൺ കയറ്റിയതായിരുന്നു, പക്ഷെ ഹലോ ഹലോ. ഓക്കെ. ഓക്കെ, എന്തായാലും ലീവ് ചെയ്തോ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നാളത്തെ ഹലോ, ജേക്കബേട്ടൻ ലെഫ്റ്റ് ആയോ ഉണ്ട് അതിനകത്ത്? എടാ, ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? എല്ലാവർക്കും ക്ലിയർ ആണോ എല്ലാ സാധനം? സാറ് പോയോ? സാറിന്റെ നെറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ജേക്കബ് കേക്കാവോ? എടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. നാളെ തൊട്ടായിരിക്കും നമുക്ക് ക്ലാസ് പ്രോഗ്രാമിംഗ് ആയിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം ബിഗിനേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഒന്നിലും പങ്കെടുക്കാണ്ടിരിക്കേണ്ട. കാരണം ഇങ്ങനെ മാത്രമേ പഠിക്കുള്ളൂ. നമ്മൾ ഒരു കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക.
അപ്പോൾ മാക്സിമം എന്തൊക്കെ കോമ്പറ്റീഷൻസ് കിട്ടുന്നോ അതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതുപോലത്തെ വർക്ക്ഷോപ്പിൽ പോയി പുതിയത് എക്സ്പ്ലോർ ചെയ്യുക, പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളെ തൊട്ട് നല്ല ആക്റ്റീവായിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കൂടെ ഉണ്ടായിരുന്ന രാഹുൽ സാറിനും പിന്നെ സരിത് സാറിനും ക്ലാസ് എടുത്തുതന്ന ജേക്കബിനും പിന്നെ മ്യൂലേണിന്റെ പേരിലും IEEE CS സൊസൈറ്റിയുടെ പേരിലും ഇവിടെ വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും താങ്ക്സ് അറിയിക്കുന്നു. ക്ലാസ് അവസാനിച്ചു കേട്ടോ. എടോ എന്റെ നെറ്റ് കട്ടായി പോയി. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല അല്ലേ? ഇല്ല, ഇന്നത്തെ അവസാനിപ്പിച്ചു. കഴിഞ്ഞില്ലേ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്നില്ല? ഓക്കെ താങ്ക് യു. അപ്പം എല്ലാവർക്കും ഹാപ്പിയാണ്.